പ്രിയ പ്രേക്ഷകരെ, പേട്രിയറ്റ് മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമ ഇന്ന് 8 PM വൈകുന്നേരത്തെ ഷോ തിയേറ്ററിൽ പോയി കുടുംബമായിട്ട് കണ്ടു. സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ഞാനൊരു കാര്യം പറയുകയാണ്. സിനിമ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അത് സിനിമയിൽ കൂടി പ്രേക്ഷകരിലെത്തുന്നുമുണ്ട്. അത് എന്ത് കാര്യമാണെന്നുള്ളതാണ് വിഷയം. ഞാനിപ്പോൾ മൊബൈലിൽ ഇരുന്നിട്ട് നിങ്ങളത് ബ്ലോഗ് ചെയ്യണം. എൻ്റെ ബ്ലോഗ് മറ്റൊരാൾ കാണുന്നുണ്ടോ? മറ്റൊരാൾ ഞാൻ ബ്ലോഗ് ചെയ്യാതിരുന്നാലും എൻ്റെ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ സീക്രട്ട് കാണുന്നുണ്ടോ? പിന്നെ മൊബൈലിലെ ലൊക്കേഷൻ, GPS, മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ട്രേസ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു പുനർചിന്തനമാണ് സിനിമ. ഇതുപോലുള്ള ചിത്രങ്ങൾ പലത് വന്നു. പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ചിത്രങ്ങൾ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ളപ്പോൾ കാണുന്നത് എത്ര? 1-1.5 കോടി ജനങ്ങളാണ്. 1-1.5 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 2 കോടി ജനം തന്നെ ഒരു സിനിമ കാണുമ്പോൾ തന്നെ അത് വലിയ കളക്ഷനാണ്. 2 കോടി ജനങ്ങൾ 150-170 രൂപ വെച്ചൊരു ടിക്കറ്റ്, അല്ലെങ്കിൽ ശരാശരി നമുക്കൊരു 100 രൂപ വെച്ച് കൂട്ടിയാൽ പോലും നിങ്ങൾ നോക്കൂ എവിടെ പോയി നിൽക്കുന്നു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ, അതായത് കുറച്ചു കാലം മുമ്പ്, ഇപ്പോൾ 150 കോടിക്ക് മുകളിൽ നിൽക്കുന്ന ജനങ്ങളിൽ 10% പേരെങ്കിലും സിനിമകൾ കാണണം. ഇത്തരമുള്ള അങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾ നോക്കി നോക്കൂ, 15 കോടി പേര് സിനിമ കണ്ടാൽ മാത്രമാണ് ഇത്തിരിയെങ്കിലും മാർക്കറ്റ് ഒന്ന് അനങ്ങും. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ എങ്ങനെ വന്നാലും കണ്ട പ്രേക്ഷകർ മുൻപെയാണ് വീണ്ടും വീണ്ടും എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനത്തിനൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല. അവർ ട്രാപ്പിടുവാണ്, അവർക്കത് അറിയേയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബിലെ പോലെയുള്ള ചാനൽ വഴി എന്നെ പോലെയുള്ളവർ പല പ്രാവശ്യം പറഞ്ഞാലും അത് കേൾക്കാനൊന്നും അവർക്ക് താല്പര്യവും ഉണ്ടാവണമെന്നില്ല. കാരണം എങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു, ഞാനിവിടെ നിന്ന് ബ്ലോഗ് ചെയ്യുമ്പോൾ എന്നെ എങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു, ഞാൻ എൻ്റെ മൊബൈൽ കൊണ്ടു നടക്കുമ്പോൾ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു. കാരണം ഇതെല്ലാം തന്നെ ഒരു സിഗ്നൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഈ സിഗ്നൽ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ധരിക്കും മനുഷ്യൻ്റെ അസാമാന്യ കഴിവുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുറേ സാധനങ്ങളെന്ന്. അങ്ങനെയല്ല. പ്രകൃതി ഒരു സിഗ്നൽ ഓറിയൻറ്റഡ് ആണ്. പ്രകൃതി, ഭൂമിയല്ല, പ്രകൃതി. നിങ്ങൾ സയൻസ് നന്നായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. പ്രകൃതി എല്ലാം തന്നെ ഒന്നിൽ നിന്ന് ഒന്ന് ലിങ്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായ സർക്കിളുണ്ട്. ആ സർക്കിളിൽ നിന്ന് ഭേദിച്ച് അടുത്തയിലോട്ട് പോകുമ്പോൾ പുതിയൊരു പദാർത്ഥം രൂപാന്തരപ്പെടും. അത് വന്ന് നമ്മളിവിടെ ഒരു പുതിയൊന്നല്ല, 10,000-കണക്കിന് പദാർത്ഥം രൂപാന്തരപ്പെടും. അതിൽ ചിലത് ഒത്തുചേരുമ്പോൾ ജീവൻ ഉണ്ടാവും, മറ്റൊരു ചിലത് ഒത്തുചേരുമ്പോൾ ലോകം ഉണ്ടാവും. അതായത് നിങ്ങളുടെ ഗോൾഡ് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ മൊബൈലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് പോലെ, ഇങ്ങനെ എല്ലാം ഉണ്ടാവും. അവിടെ ചിന്തിക്കാൻ കഴിയുന്ന ജീവികൾ, മനുഷ്യരല്ല ജീവികൾ. നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഈ രൂപത്തിൽ നമ്മളിട്ട പേരാണ് മനുഷ്യർ, ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ചിന്തിക്കാൻ കഴിയുന്ന ജീവികൾ ഉണ്ടാവുകയും ജീവികൾക്കെല്ലാം സിഗ്നൽ തിരിച്ചറിയാനും മറ്റെല്ലാത്തിനും കഴിവുണ്ട്. മനുഷ്യരെക്കാളും ബ്രില്യൻ്റാണ് പ്രകൃതിയിലെ എല്ലാ ജീവികളും. അത് നമുക്കുള്ളൊരു തോന്നൽ മാത്രമുണ്ട്. അവർക്കൊക്കെ സിഗ്നൽ നമ്മളെക്കാളും വേഗത്തിൽ പിടിച്ച് മനസ്സിലാക്കി അതിജീവിക്കാൻ കഴിയും. മനുഷ്യന് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ബ്രെയിനും അല്ലെങ്കിൽ ആ ഒരു ഇതുപയോഗിച്ചിട്ട് പലതും കൂട്ടിയോജിപ്പിക്കപ്പെട്ടതിൽ നിന്ന് അതിൽ നിന്ന് സ്വീകരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകൃതിയിലെ പല ജീവജാലങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് കൊണ്ട് തന്നെയാണ്. പ്രകൃതിയോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഭൂമിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ ചൂട് ഒരു സൈഡിൽ നിന്ന് ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി അതിൻ്റെ റൊട്ടേഷൻ ലെവൽ ഓഫ് റേഞ്ച് മാറ്റിയിട്ട് അടുത്തതിലോട്ട് മാറ്റപ്പെടും. അവിടെ മനുഷ്യനുണ്ടോ, ഇവിടെ പ്രകൃതിയുടെ പച്ചപ്പുണ്ടോ എന്നൊന്നും അവിടെ വിഷയമല്ല. നിലനിൽപ്പ് മാത്രമാണ് പ്രശ്നം.
അപ്പൊ ഇത്തരം രീതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഒരുക്കപ്പെട്ട് വച്ചിരിക്കുന്നത്. അത് നമ്മൾ പല വിധത്തിൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അനുയോജ്യമായ രീതിയിൽ സ്വീകരിച്ചിട്ട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നം എവിടെയാണ്? പ്രകൃതിയിലല്ല, നമ്മൾ നമുക്ക് തന്നെ വരുത്തുന്ന പ്രശ്നങ്ങളാണ് ഈ പേട്രിയറ്റ് സിനിമ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഇത് കാരണം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, പ്രകൃതിയിലല്ല ഇത് പെർമനന്റ് ആയിട്ട് ഉള്ളതാണ്. അത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം എന്നാണ്. അത് ഉപകാരപ്രദമാണെങ്കിൽ ബെറ്റർ. അങ്ങനെ അല്ലെങ്കിൽ രണ്ട് പ്രശ്നവും നമ്മൾ തന്നെയാണ്. പകരം ഈ സിഗ്നലുകളെല്ലാം എപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നതും പിക്കൊണ്ടിരിക്കുന്നതുമാണ്. നമ്മൾ എങ്ങനെ ചേർത്ത് ഈ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റൊരു സാറ്റലൈറ്റ് വഴിയോ ഒക്കെ ചേർത്ത് നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. അതാണ് ഒരു സയൻസ് എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ പിന്നെ നമ്മൾ ഇമാജിനേഷനിൽ ഇരുന്നിട്ട് എന്തോ പ്രത്യക്ഷപ്പെടുമെന്നും ആ പ്രത്യക്ഷപ്പെട്ട് ഉടനെ ഒരു രൂപാന്തരപ്പെട്ട ഒരു പുതിയ സാധനം ഉണ്ടാക്കുമെന്നും ആ സാധനം നമ്മൾ എന്തൊക്കെയോ കാണിക്കുമെന്നും പറയുന്നതല്ല. അതൊരു വെറും സാങ്കല്പികം മാത്രമല്ല. അത് സയൻസ്, അതാണ് സയൻസ്. ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ പ്രകൃതിയല്ല അതിൻ്റെ അച്ചുതണ്ടിൽ ഒരുക്കപ്പെട്ട് വച്ചിട്ടുള്ളതാണ്. അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ പല വിധത്തിൽ മനുഷ്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷനകത്ത് ജീവിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളാണ് പേട്രിയറ്റ് സിനിമ പറയുന്നത്. അങ്ങനെയുള്ള സിനിമയാണ്. കാരണം നിങ്ങൾ ഞാനിപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാൻ പറഞ്ഞു, വീണ്ടും ഒരിക്കലും ഓർമ്മിക്കണം, ഈ മൊബൈൽ ഞാൻ ഉപയോഗിക്കുന്നു. ഈ മൊബൈൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ റൂമിൻ്റെ പശ്ചാത്തലം നോക്കിയേ, ക്രിക്കറ്റ് ബാറ്റ് ഇരിപ്പുണ്ട്, BDM, SF, എൻ്റെ തുണികൾ കിടപ്പുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന ജേഴ്സി, പിന്നെ പുറകിൽ എൻ്റെ അല്ലാത്ത ഡ്രസ്സ് കിടപ്പുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അല്ലേ, നമ്മൾ മുഖത്തോട് പോകുമ്പോൾ പറയണമെങ്കിലും എൻ്റെ ഈ മൊബൈലിൻ്റെ ക്യാമറ 360 ഡിഗ്രി ചലിച്ചു കൊണ്ടിട്ട് ഈ റൂമിലെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ടാവും. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ആൻഡ്രോയിഡ് മൊബൈലൊക്കെ വന്ന കാലം മുതൽ സാറ്റലൈറ്റിലോട്ട് നമ്മൾ മൊബൈലിൽ ക്യാമറ വന്ന കാലം മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. പക്ഷെ ആരും വിശ്വസിക്കാറില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെയും അത് എപ്പോഴും മൊബൈൽ ഓഫായിരുന്നാൽ പോലും മതി. മൊബൈൽ ഓഫായിരുന്നാലും നിങ്ങൾ ട്രേസ് ചെയ്യാം, കാരണം ക്യാമറ ഓൺ ചെയ്യാം. കാരണം എന്ത് തന്നെ എല്ലാം ഒരു കൺട്രോളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി നിയമമാണ്. നമ്മൾ എന്ത് ചെയ്താലും പ്രകൃതി അതിൻ്റെ ഒരു കൺട്രോളിൽ നമ്മൾ വച്ചിരിക്കും. അത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഈ സിഗ്നലുകളെ പിടിച്ച് ഒരു അബ്സോർവറിൽ വെച്ച് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരിക എന്ന് പറയുക. അങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ കൺട്രോളിൽ കൊണ്ടുവന്ന് എനിക്കൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാം തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ അതിനു വേണ്ടിയുള്ള പടയൊരുക്കങ്ങൾ നടത്തും. അത് പോസിറ്റീവായിട്ട് എടുത്ത ഗുണമാണ്. ഇപ്പം നമ്മൾ പ്രകൃതിക്ക് പലതും പ്രശ്നങ്ങളുണ്ടാവുന്നു, മനുഷ്യന് ജീവജാലങ്ങൾക്ക് ദോഷമായി മാറുന്നു. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് അല്ലാതെ ഉപയോഗിച്ച ഇതെല്ലാം മനുഷ്യരുടെ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ കൂടി മനുഷ്യർ കടന്നു പോവുകയും അതിൽ ഇമോഷണലി കുടുംബം മറ്റു കാര്യങ്ങളിലും അല്ലാതെ ഇമോഷണലി ഫീൽ ചെയ്യിക്കപ്പെടുകയും ചെയ്ത് വരുമ്പോൾ അത് മുതലെടുക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ കഥ പറയുന്നതാണ് ഈ സിനിമ പേട്രിയറ്റ്. ഇതാണ് പേട്രിയറ്റ് സിനിമയുടെ ഫുൾ കഥയല്ല, ബേസിക് സ്റ്റോറി. അങ്ങനെയാണ് ഈ പടം പോണത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരെടുത്ത് ഞാനൊരു കാര്യം പറയുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലാവട്ടെ, ക്യാമറയാവട്ടെ, മൊബൈൽ മാത്രമല്ല ക്യാമറ, മൊബൈലെല്ലാം നിങ്ങൾ നോക്കി. ഒരു കാലത്ത് എൻ്റെ കുറച്ച് നിങ്ങൾ നോക്കി, ഇപ്പോൾ ഒരു സോണിയുടെ ക്യാമറ അല്ലെങ്കിൽ ആരി പ്ലസിൻ്റെ ഒരു ക്യാമറ അല്ലെങ്കിൽ മറ്റ് പല ക്യാമറകൾ, ഫ്യൂജി ക്യാമറ, ഇങ്ങനെ പല പല കമ്പനികളുണ്ടല്ലോ. ഇത്തരം കമ്പനികളുടെ ഒരു ക്യാമറ വാങ്ങിക്കാൻ നോക്കുകയെ ഇപ്പോഴും 1-1.5 ലക്ഷം രൂപ വിലയുണ്ട്. അത് നിങ്ങൾ സാറ്റലൈറ്റോട്ട് കണക്ട് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണലാണ്. അതിൽ നിന്നൊന്നും ചോർത്തി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അത് പേഴ്സണലാണ്. നിങ്ങൾ സാറ്റലൈറ്റോട്ട് അതിൽ കണക്ട് ചെയ്യേണ്ട ലിങ്ക് ഉണ്ട്, അത് കണക്ട് ചെയ്താൽ അവിടെ പിടിക്കപ്പെടും. ഇത് കുറച്ചു കാലം മുമ്പുള്ള ക്യാമറകളുടെ കഥ. അതായത് ഇനി ഇപ്പോഴുള്ള ഈ ക്യാമറകളായാലും നമ്മൾ മൊബൈൽ വിട്ടിട്ട് ക്യാമറയിലോട്ട് പോയാലും ക്യാമറകളുടെ തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ ഡാറ്റ, ചിപ്പ്, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ
നെറ്റ് കവർ ചെയ്യാതെ പോലും എടുക്കുന്ന ഒരു നിലയിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈല് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണ് പാട്രിയറ്റ് പറഞ്ഞെങ്കിൽ നമ്മുടെ ക്യാമറകൾ പോലും ഇപ്പോഴും സേഫ്റ്റി അല്ലെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. പിന്നെ ക്യാമറ അങ്ങനെ സേഫ്റ്റി അല്ലാതിരുന്നാൽ പോലും ഒരു ഗുണമുണ്ട്, ഡയറക്റ്റ് നമ്മളെ നിരീക്ഷിക്കാൻ പറ്റൂല. കാരണം അതിനെല്ലാം സാറ്റലൈറ്റ് ഓൺ ആകുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു ചിപ്പ് അതിനകത്ത് ആഡ് ചെയ്താൽ പോലും അത് ഓൺ റണ്ണിങ്ങിൽ പോകണം, ബാറ്ററി അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മളെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയും അതിൽ കൂടി നിങ്ങളുടെ കുടുംബങ്ങളിലോട്ട് നിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പാട്രിയറ്റ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, ഇനിയുള്ള അടുത്ത 10 വർഷം കഴിഞ്ഞ് ലോകത്ത് ഈ അഭിമാനം ഒരു വിഷയമല്ല. കാരണം മൊബൈല്, സാറ്റലൈറ്റ്, നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം ഒക്കെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുമെന്ന് അടുത്ത തലമുറയ്ക്ക് നന്നായിട്ട് അറിയാം. അവർ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ, എൻ്റെ അഭിപ്രായം പറയാനുണ്ട്, നിങ്ങൾ നാളെ എൻ്റെ വീട്ടിൽ ഇതേ ഇരിക്കണ എന്നെ നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സമൂഹത്തിലെ അഭിമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ സമൂഹത്തിലെ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രമില്ലാതെ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലീക്കാക്കി പുറത്തു വിടുക, ഇത്തരം രീതിയിലുള്ളതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രശ്നം. അത് നിയമപരമായിട്ടത് തെറ്റാണെങ്കിൽ സമൂഹത്തിൽ കുറെ അലിഖിത നിയമങ്ങളുണ്ടല്ലോ, നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങൾ. ആ നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുള്ള ഒരു മുതലെടുപ്പാണ് നടക്കുന്നത്. പക്ഷേ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ അതല്ല, ഇപ്പോഴുള്ള ജനറേഷൻ വളർന്ന അടുത്ത ജനറേഷൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാകും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുക. ഇപ്പൊ എന്റെ ഇത് സജീവമായി കഴിഞ്ഞു. ഇന്റർനെറ്റ് മാത്രമല്ല, സാറ്റലൈറ്റ് മാത്രമല്ല, മറ്റെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞു. ഇതില്ലെങ്കിൽ പോലും മനുഷ്യർക്ക് അത് ഡിലീറ്റ് ചെയ്ത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള വമ്പ സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരെടുത്ത് പറയാം. എക്സാമ്പിൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ബോഡി, നിങ്ങൾ മെഡിസിൻ എടുത്താൽ മതി, മെഡിസിനകത്തോടുകൂടി നാനോ ചിപ്പുകൾ കടത്തി വീഴും. നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇനി അതിനെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ബോഡി വേറെ ലെവലിൽ കൊണ്ടുവരും. വെള്ളം കുടിച്ചാൽ പോലും അതിനകത്തൂടെ കടത്തി വിട്ട് വരെ നമ്മുടെ എല്ലാം എടുക്കാവുന്ന ലോകമാണ് ഇനി വരുന്ന ലോകം. പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കും. പുതിയ തലമുറയിലെ കുട്ടികൾ പ്രത്യേകിച്ച് കേൾക്കും. നിങ്ങൾ വെള്ളം എടുത്താൽ മെഡിസിൻ എടുക്കണ്ട. നമുക്ക് വെള്ളം കുടിക്കാൻ ഒരിക്കലും കഴിക്കാതിരിക്കാൻ പറ്റുമോ? പ്രകൃതിയാൽ ഒരുക്കപ്പെട്ട ശരീരമായിട്ട് ഞാൻ നടന്നാൽ എനിക്കത് കഴിച്ചേ പറ്റൂ. ഫുഡ് എടുക്കേണ്ടി വരും, ഫുഡ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്യാപ്സൂൾ രൂപത്തിലെങ്കിലും എനിക്ക് എനർജി എടുക്കേണ്ടി വരും. ആ എനർജിയിൽ കൂടി കടത്തിവിട്ട് പോലും എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലോകമാണ് ഇനി വരുന്നത്. അതൊന്നും ഒരു കുഴപ്പമൊന്നല്ല. ഞാൻ പ്രേക്ഷകർക്ക് ഇപ്പോഴും പറയണത്, എല്ലാവരും വിചാരിക്കും ഞാനത് കുഴപ്പമെന്ന് പറയുന്നുണ്ട്. കുഴപ്പമേ അല്ല. അടുത്ത 10 വർഷം കഴിയുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ സീക്രട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എടുത്ത് അത് പുറത്തു വിടുകയോ നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ സമൂഹത്തിലെ ഒഫൻസായി മാറുന്നത്. അയാളായിരിക്കും ഏറ്റവും മോശപ്പെട്ട ക്രിമിനൽ. അയാളായിരിക്കും ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾ ആഫ്റ്റർ 10 years. ഇപ്പൊ ഇങ്ങനെയല്ല പോണെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സീക്രട്ട് എടുത്ത് പുറത്തു വിടുമ്പോൾ അവൻ രാജാവും, ഈ നമ്മൾ സീക്രട്ട് ഇവിടെ എന്നിട്ട് ചുമ്മാ വസ്ത്രം മാറിയ പെൺകുട്ടിയായ ഞാൻ അല്ലെങ്കിൽ ആണായ ഞാൻ മോശക്കാരന്. ഇപ്പോ അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കണം? നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവരമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളുകള്, കോളേജുകളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിവരമില്ലായ്മയാണ്. കാരണം എന്തോ വിവരമില്ലായ്മ? ഏറ്റവും നല്ല ടെക്നോളജിയെ തുറന്നു പഠിപ്പിക്കില്ല. ഏറ്റവും വലിയ ടെക്നോളജി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത് എങ്ങനെ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യണമെന്ന് പഠിപ്പില്ല. എങ്ങനെയാണ് ഓപ്പോസിറ്റ് സമൂഹം റിയാക്ട് ചെയ്യേണ്ടത്? നീ അത് ചെയ്താൽ ചെയ്യുന്നവനാണ് കുഴപ്പക്കാരൻ. അല്ല, എൻ്റെ നഗ്നത അപ്പോൾ എടുത്തോണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നഗ്നത പ്രകൃതിയാലുള്ളതാണ്. വസ്ത്രം ധരിച്ചത് മാത്രമാണ് നമ്മൾ. അത് പ്രകൃതിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള പല സാധനങ്ങൾ മെറ്റലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത് വച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഇതൊന്നും അത് അങ്ങനെ ഉണ്ടാക്കിയല്ല. അത് കോശങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഇത് പല കോശങ്ങളെ കൊന്നുകൊണ്ട് അടുത്ത് മെറ്റലൈസ് ചെയ്തെടുത്തപ്പെട്ടിട്ടാണ് എൻ്റെ ഡ്രസ് ഇരിക്കുന്നത്, ഈ കണ്ണാടി ഇരിക്കുന്നത്, എൻ്റെ ഹെയർ ഫിക്സ് ഇരിക്കുന്നത്, എന്തോ ഇനി എക്സെട്ര. പിടികിട്ടിയോ? നമ്മുടെ സമൂഹം അങ്ങനെ മാറേണ്ടതുണ്ട്. അത് മാറും, 10 വർഷം കഴിയുമ്പോൾ മാറും. പകരം നമ്മളിപ്പോഴും ചെയ്യണത് എന്താണ്? എന്ത് ഫോഷ്കാണെന്ന് ആലോചിച്ച് നോക്കിയേ.
അതായത് എൻ്റെ ചിത്രങ്ങൾ, എൻ്റെ നഗ്നത, എൻ്റെ സ്വകാര്യത എല്ലാം യാവനും എവിടെയായിരുന്നു ആരും അടിച്ചു പറഞ്ഞു. പിന്നെ എൻ്റെ ട്വീറ്റുകൾ എല്ലാം AI വെച്ചൊക്കെ ക്രോഡീകരിച്ചിട്ട് ഇവിടെ ആര് ജയിക്കും, ആര് പരാജയപ്പെടും, എന്നെ എങ്ങനെ സ്വാധീനിക്കാം എന്നൊക്കെ ഡാറ്റ എടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, അങ്ങനെ പലരും, മതകക്ഷികൾ, മതത്തിൽ താല്പര്യമുണ്ടോ, മതത്തെ പലരും എതിർക്കണോ, അങ്ങനെ ഡാറ്റ ശേഖരിച്ച് തള്ളയാണ്. ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മളെ എടുത്തതിന് ശേഷം സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് സിസ്റ്റം അടുത്ത് നിന്നുകൊണ്ട് അഭിമാനം ചോദ്യം ചെയ്യും. ഞാൻ പറയണത് ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള അഭിമാനമാണോ ചോദ്യം ചെയ്യപ്പെടാനുള്ളത്? എൻ്റെ ഡാറ്റ എടുക്കണോ മോശക്കാരനാവണം? ആവണമെന്നല്ല, ആവും. 10 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന തലമുറയും 10 വർഷം കഴിഞ്ഞ് അടുത്ത 100 വർഷം വരെ അതായിരിക്കും. 100 വർഷം കഴിഞ്ഞാൽ വീണ്ടും മാറും, വീണ്ടും വേറെ റേഞ്ചിലെത്തും. അത് ഞാൻ ഇപ്പൊ പ്രവചിക്കില്ല. നമ്മളെ ലക്ഷ്യങ്ങളെ വേറെ എടുത്തിരുന്ന് നിങ്ങൾ എടുത്താൽ നിങ്ങളായിരിക്കും പിന്നെ ഇനി വരാൻ പോകുന്ന 10 വർഷത്തിലെ സമൂഹത്തിലെ ഏറ്റവും വലിയ മോശക്കാർ. അപ്പൊ എന്റെ നഗ്നത കണ്ട് സമൂഹം ഒന്നും ആസ്വദിക്കില്ല. എൻ്റെ സ്വകാര്യത നിമിഷങ്ങളും എൻ്റെ പേഴ്സണൽ ഡാറ്റ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്ത് പുറത്തുവിട്ടാലും നിങ്ങൾ നാറും, ഞാൻ നാറില്ല, ഞാൻ ഹീറോ ആവും. കാരണം അപ്പോഴൊക്കെ ഞാൻ ഒരു എന്ത് പറയണത് മൾട്ടി 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 ലെവലിൽ പേഴ്സണായി മാറും. എൻ്റെ മൾട്ടി കാര്യങ്ങളാണ് നിങ്ങൾ പുറത്തു വിടുന്നത്. അപ്പം ഞാനൊരു വെരി ബ്രില്യൻ പേഴ്സണായിട്ട് മാറും സമൂഹത്തിൽ. നിങ്ങൾ ഏറ്റവും വലിയ കൊമേഡിയനാവും. കോമഡി മോശമൊന്നുമല്ല, കളിയാക്കപ്പെടുന്നവനാവും. അതേ ഞാൻ പറയണുള്ളൂ. അതായത് ഇന്നത്തെ നിയമങ്ങൾ ആഫ്റ്റർ 10 years നേരെ ഓപ്പോസിറ്റായിട്ട് മാറും. ജനറേഷൻ മാറി ടെക്നോളജി ലെവലിലെത്തി എല്ലാവരെയും കയ്യിലിരിക്കുമ്പോൾ യഥാർത്ഥ നിയമങ്ങൾ, ഇപ്പോഴത്തെ നിയമങ്ങളെല്ലാം കോമഡി നിയമങ്ങളായി മാറുമെന്നാണ് ഞാൻ ഈ പ്രേക്ഷകർക്ക് പറയുന്നത്. അപ്പം അത്തരം രീതിയിലുള്ള ഒരു സിനിമയാണോ പാട്രിയറ്റ് എന്ന് വെച്ചാൽ അല്ല. ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിൽ നമ്മളെ പലതും കോപ്പിറൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം എൻ്റെ നഗ്നത എടുത്തുകൊണ്ട് വേറൊരാൾ ഉപയോഗിച്ചാൽ എനിക്കുണ്ടാവുന്ന ഫീലിങ്സിനെ ബേസ് ചെയ്ത് നീങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാട്രിയറ്റ് ഒരു നല്ല ഫിലിമാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ എൻ്റെ അഭിപ്രായമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 10 yearsനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അടുത്ത 100 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് പറയുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ പാട്രിയറ്റ് സിനിമ ഒരു നല്ല ചിത്രമാണ്. പക്ഷെ അത് ഈ കഥയെ ബേസ് ചെയ്തിട്ട് നല്ല ചിത്രമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ലെവലിലോട്ട് ഈ പടത്തെ നോക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1.25 മണിക്കൂർ കഴിഞ്ഞാൽ ഇതൊരു അടാറ് പരാജയപ്പെട്ട പടമാണ്. ആദ്യത്തെ 1.25 മണിക്കൂറും കഥയിലും ഇന്റർനാഷണൽ ലെവലിലും സയൻസിലും വിഷ്വലൈസിങ്ങിലും ഒക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതിന് ശേഷം പിന്നെ ഈ സിനിമ ചെന്ന് ചാടിപ്പോയിരിക്കണേന്ന് പറഞ്ഞാൽ നമ്മളെ സൂപ്പർ സ്റ്റാറുകളെ ഹൈക്ക് ചെയ്യുക എന്ന് പറയുന്ന കഥാപാത്രത്തിലോട്ടാണ്. അങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെ ഹൈക്ക് ചെയ്യുന്ന രീതിയിലോട്ട് കഥാപാത്രത്തെ കൊണ്ടുപോകണമെങ്കിൽ നേരത്തെ തന്നെ ഇതൊരു അമാനുഷിക പവർ കാണിക്കുന്നത് രജനീകാന്തിനെയോ വിജയിയോ നമ്മളെ ചില മാർവലസ് സിനിമകളോ അല്ലെങ്കിൽ അവതാർ ഫിലിമുകളൊക്കെ എടുക്കും പോലെ നമ്മുടെ കഥാപാത്രത്തിലെ നായകന്മാരെ കൊണ്ടെത്തിക്കണം. ഇതങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ആദ്യത്തെ 1.25 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോളജിലാണെങ്കിൽ നല്ല അടാർ പരാജയമാണ് ഈ പടം. സിനിമ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. കഥ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല മൂവി, കഥ എടുത്ത നല്ല സിനിമ. ഈ സിനിമ വീഴുന്നത് എവിടെ? ആദ്യത്തെ 1.25 മണിക്കൂർ കഴിഞ്ഞ് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ അതിമാനുഷികത മുതൽ പിന്നെ ഇങ്ങോട്ട് മോഹൻലാലിന്റെ എൻട്രി, അങ്ങനെ എല്ലായിടത്തും കഥ വീണു പോവുകയാണ്. കാരണം കഥ ഇന്റർനാഷണൽ കഥയാണ്. ഇന്റർനാഷണൽ കഥ അവതരിപ്പിക്കുമ്പോൾ, കാരണം നല്ല ബഡ്ജറ്റ് ചെയ്ത പടമാണ്, 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉള്ള പടമാണ്. അത്രേ ആയിട്ടും ഉണ്ടാവും, കാരണം പടം അങ്ങനെ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചിത്രം ചെയ്യുമ്പോഴത്തേക്കും സിനിമ എന്നുള്ള നിലയ്ക്ക് ഈ പടം ഒരു ബെറ്റർ ഫിലിമല്ല. കഥ എന്നുള്ള നിലയ്ക്ക് നല്ല പടമാണ്. ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്ന കഥയെ സംബന്ധിച്ച് നല്ല കഥയാണ്. പക്ഷെ ഈ കഥ നമ്മൾ കണ്ടു മടുത്തതുമാണ്. ഞാൻ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. സാധാരണ പ്രേക്ഷകരുടെ ഇടയിലോട്ടോ ഇപ്പോഴത്തെ കുടുംബ ഫീലിങ്സ് കുടുംബങ്ങളുടെ ഇടയിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് OTTയിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നല്ല ഹിറ്റാവും, ഭയങ്കര ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത് ആ കാലം അതിജീവിച്ചിരിക്കുന്നു.
ഇനി മുന്നോട്ട് ഇങ്ങനൊരു സാഹചര്യം പോയി എന്ത് എന്നുകൂടെ കാണിക്കാമായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഇത്തരം കഥകൾ എടുക്കുമ്പോൾ ഈ നമ്മുടെ സൂപ്പർ സ്റ്റാർ പദവികളൊന്നും ചേരില്ല. ആ രീതിയിൽ ഈ പടം, കാരണം സിനിമയ്ക്ക് വേണ്ടി അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ പദവികൾ, അത് നമ്മൾ എത്ര സിനിമ കണ്ട് പൊളിഞ്ഞു പോയിരിക്കുന്നു. ആ രീതിയിൽ ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത് 1.25 മണിക്കൂർ കഴിഞ്ഞാൽ ശക്തമായ പരാജയം തന്നെ എന്ന് പറയേണ്ടി വരും. വളരെ മോശമായ മേക്കിംഗ്. ഏത് ഷോട്ടിലോ മേക്ക് ഓവറിലോ അങ്ങനെ ഒന്നിലുമല്ല, നടന്മാരുടെ അഭിനയത്തിലും ഒന്നുമല്ല. പടത്തിന്റെ സ്ക്രിപ്റ്റ് ലെവലും പടം പോകുന്ന രീതി സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടു. കഥയിൽ നിന്ന് മാറി എഴുതി. അത് സൂപ്പർ സ്റ്റാറുകളെ എൻ്റെ തല, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ വെടിവയ്പ്, ഇങ്ങനെ എൻ്റെത് മാത്രം കഥാപാത്രമേ ഔട്ടറായി പോകുന്ന രീതിയിൽ മേക്ക് ചെയ്യപ്പെട്ടു. അങ്ങനെ മേക്ക് ചെയ്തെടുത്തതാണ് ഈ സിനിമ ഒരു തികഞ്ഞ, ഈ സിനിമ ഒരു പരാജയമായി മാറില്ല. ഇപ്പൊ തന്നെ 40 കോടി രൂപ ഓൾറെഡി ആയി. ബഡ്ജറ്റ് ലെവൽ നോക്കുമ്പോൾ 200 കോടിയെങ്കിലും തിയേറ്റർ കളക്ഷൻ വന്നാൽ മാത്രമേ 100 കോടി പിടിച്ചിട്ട് സാറ്റലൈറ്റ് ഒക്കെ വെച്ച് പോകുള്ളായിരിക്കും. അതൊക്കെ വേറെ കാര്യം. പക്ഷെ പടം പ്രേക്ഷകർക്ക് പൾസില്ലാതെ പോകുന്നത് ഇങ്ങനെയാണ്. പുതുമയില്ല. സ്ഥിരം കണ്ടുമടുത്ത, സ്ഥിരം പറഞ്ഞ കാര്യങ്ങൾ ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഈ എൻ്റെ മുഖം, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ബോറടി തന്നെയാണ് വന്നത്. പക്ഷേ ഈ ബോറടി എങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ, പടം ആദ്യത്തെ 1.25 മണിക്കൂർ പറയുന്ന കഥ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നു കൊണ്ട് എന്നെ ആരെയോ പ്രഡിക്റ്റ് ചെയ്തിട്ട് പുതിയ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക, അത് ഈ പടം സത്യസന്ധമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പ്രേക്ഷകർക്ക് ഇതൊരു ക്ലാസ് ഫിലിം പോലെയൊക്കെ വേണമെങ്കിൽ ഫീൽ ചെയ്യിച്ചെടുക്കാം. വെറുതെ അങ്ങനെ തോന്നി 3 മണിക്കൂറും പടം പോകുന്നത്. ഇല്ലാത്ത രീതിയിൽ ഈ പടം എടുത്തു കഴിഞ്ഞാൽ, ഒരു സിനിമ എന്നുള്ളത് നിർത്തി കഴിഞ്ഞാൽ പരാജയവും, ഒരു കഥാ ലെവലിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ നല്ല സിനിമയും തന്നെയാണ്. പേട്രിയറ്റ് ഒരു മോശം ചിത്രമല്ല. പക്ഷേ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി തന്നെ പ്രേക്ഷകർക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ബോറടിപ്പിക്കുന്ന രീതിയിലാണ്. അത്തരം രീതികൾ മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമ അത് ഈ അടുത്ത കാലത്ത് തെളിയിച്ചാണ്. മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് ഞാനധികം പോകാറില്ല, എനിക്ക് താല്പര്യമില്ല. കാരണം 1 മാൻ ഷോ ആണ് മമ്മൂട്ടിയുടെ പടങ്ങൾ അധികവും. മമ്മൂക്കയുടെ കളങ്കാവൽ സിനിമ കണ്ടതിന് ശേഷം, മമ്മൂക്ക എന്ന് പറയുന്ന പ്രതിഭാസം തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഈ സിനിമ എങ്ങനെ സെലക്ട് ചെയ്തൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഫിനാൻഷ്യലി 100 കോടി 200 കോടി ക്ലബിലൊക്കെ കയറാനായിരിക്കും. അത് അവരുടെ കാര്യമാണ്, ഞാൻ ഇടപെടില്ല. എത്രയായാലും നമ്മൾ പെർഫോമൻസ് ബെറ്റർ ആക്കാനല്ലേ നോക്കുള്ളൂ, അതിൽ കാര്യമില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഉള്ളൊരു മമ്മൂക്കയുടെ ഒരു ഹെവി ലെവല് പ്രതീക്ഷിച്ചാണ് മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകുന്നത്. മോഹൻലാലിന്റെ സിനിമ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും വേറെ ഒരു പോർഷനിൽ കൂടെയാണ് പോകുന്നത്. മമ്മൂട്ടി സിനിമ കാണാൻ പോകാറേ ഇല്ല. കാരണം മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടിയേ ഇല്ല. കാരണം ഒരുപാട് പടങ്ങൾ പഴയ കാലത്ത് കണ്ടതിന് ശേഷം പിന്നെ കണ്ടൊക്കെ അട്ടാർ പരാജയമാണ്. എന്നാൽ ഓടിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണത്. പക്ഷെ എത്ര പടം 100 കോടി 150 കോടി ക്ലബിൽ ഈ ആധുനിക യുഗത്തിൽ കയറി, ഇത്രയും പൈസയ്ക്ക് വാല്യൂ ഇല്ലാത്ത കാലത്ത്. ഇപ്പൊ പൈസയ്ക്ക് വാല്യൂ ഇല്ലല്ലോ. 100 കോടി ക്ലബ് എന്ന് പറഞ്ഞാൽ ചവറ് പൈസയില്ലേ. ഇപ്പോൾ ഒരു ഗ്യാസിന് 1200 രൂപ വിലയായില്ലേ, വാണിജ്യ ഗ്യാസിന് 4000 രൂപ വിലയായില്ലേ. ആ സമയത്ത് 100 കോടി ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യേ, അത് ഒന്നുമില്ലാത്തൊരു ലോകമാണിത്. നിങ്ങൾ തന്നെ നോക്കിയേ. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ പെട്രോൾ 200 രൂപ കൊടുത്ത് തുടങ്ങേണ്ടി വരും. അന്നിങ്ങനെ ലോകത്ത് ഈ 100 കോടി 200 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ 200 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറുടെ അക്കൗണ്ടിലോട്ട് പറഞ്ഞാൽ 44 കോടി രൂപ മാത്രമേ വരൂ. ബാക്കി 56 കോടി രൂപ പല വിധത്തില് ടാക്സ്, ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ, പിന്നെ മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഇത് സ്പെൻഡ് ചെയ്യപ്പെടും. തിയേറ്ററിന്റെ ചാർജ്, തിയേറ്ററിന് 40-50% കൊടുക്കണം, ടാക്സ് കൊടുക്കണം, ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ കൊടുക്കണം, മറ്റുള്ളവരുടെ സ്റ്റാഫിന്റെ സാലറി നോക്കണം. ഇത്രയേ വരുവുള്ളൂ. അപ്പൊ ഈ ഒരു കാലത്ത് അതൊന്നും വലിയൊരു ലെവലല്ല. ഈ സിനിമ അങ്ങനെയുള്ള സിനിമ, ഈ പടം 200 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 കോടിക്ക് താഴെ പിന്നെ നമ്മളെ പ്രൊഡ്യൂസറുടെ കയ്യിലെത്തുള്ളൂ, അല്ലെങ്കിൽ വിതരണക്കാരൻ്റെ കയ്യിലെത്തുള്ളൂ. ചിലപ്പോൾ വിതരണക്കാരൻ നല്ല റേറ്റിൽ വിറ്റിട്ടുണ്ടാവും, പക്ഷെ അല്ല പ്രൊഡ്യൂസർ നല്ല റേറ്റിൽ വിറ്റിട്ടുണ്ടാവും. വിതരണക്കാരൻ്റെ കയ്യിൽ എത്ര രൂപ ഇട്ടുക്കണം? തുച്ഛമായ പൈസ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ പടം കുറഞ്ഞത്
300 കോടി ക്ലബിലെങ്കിലും എത്തിയാൽ മാത്രമേ 140 കോടിയൊക്കെ ബഡ്ജറ്റ് കാണിക്കണം. 100 കോടി ഉണ്ടാവും, കാരണം എക്സ്പെൻസ് ഉണ്ട് ഈ പടത്തിന്. ഇവരൊക്കെ വലിയ റേറ്റുകാരില്ല. മമ്മൂട്ടിക്ക് ഇത്ര കോടി, മോഹൻലാലിന് ഇത്ര കോടി, ഫഹദിന് ഇത്ര കോടി, അപ്പോൾ തന്നെ 10, 50, 60, 70 കോടി ആയില്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ വരും? 50 കോടി വരാതിരിക്കുമോ? 50 കോടി വരും, കാരണം വിദേശവും എല്ലാം കൂടെ കട്ടെ. അതൊക്കെ നമ്മൾ തിയേറ്ററിലിട്ടെടുത്താൽ പോലും അതിൻ്റെ വിഷ്വലൊക്കെ ഗ്രാഫിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് കാശ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ ബഡ്ജറ്റും അല്ല. പക്ഷേ ഈ പണം പൈസ തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ തിയേറ്ററിൽ 250 കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ 125 കോടി അക്കൗണ്ടിൽ വരുള്ളൂ. സാറ്റലൈറ്റ്, മ്യൂസിക്, പകർപ്പവകാശം, മറ്റു കാര്യങ്ങളൊക്കെ കൂടാകുമ്പോൾ ലൈഫ് ലോങ് റണ്ണിങ് ആണ് ഇപ്പോൾ സിനിമ. അപ്പോൾ എനിക്ക് വിജയമായിട്ട് മാറിയേക്കും. മാറട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സിനിമയുടെ ഒരു ഡ്രോബാക്ക് ഇതാണ് തോന്നുന്നു പ്രേക്ഷകരെ. ഈ സിനിമ ഒരു നല്ല ബെറ്റർ സിനിമയെന്ന് എനിക്ക് പറയാനില്ല. നല്ല സ്റ്റോറി ലൈനും ഏറ്റവും നല്ല ബെറ്റർ, ഏറ്റവും ടെക്നോളജി അതിനുണ്ട്. പക്ഷെ അത് ചെന്ന് എത്തി നിൽക്കുന്ന കഥ നമ്മളെ പഴയ കാലത്തുള്ള സാധാ ജയന്റെ കാലം മുതൽ വരുന്ന, നസീറിന്റെ കാലം മുതൽ വരുന്ന ഇങ്ങനെയൊക്കെ വരുമ്പോൾ അന്നത് ബലാത്സംഗമായിട്ട് കാണിക്കുന്നു, നമ്മുടെ സ്വകാര്യതയുടെ പകർത്തിയെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതൊരിക്കലും അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു, 50 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു, ആർക്കാണ് ചിന്തിക്കാൻ കഴിവുള്ളത്? ഞാൻ എന്താണ് പ്രേക്ഷകർ ചോദിക്കുന്നത്? നിയമം നമ്മൾ ഇപ്പോഴും സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമത്തിന്റെ ബേസ് ചെയ്താണ് സിനിമയിലെ കഥ പറയണത്. ഒരു 10-20 വർഷം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും പറയുന്നത്? ആധുനിക ടെക്നോളജി പറഞ്ഞില്ലേ, ആധുനിക ടെക്നോളജിയിൽ ഇപ്പൊ നമ്മുടെ സ്വകാര്യത എടുക്കുന്നവനാണ് മോശക്കാരനാവേണ്ടത്. ആവേണ്ടതിലാകും. അല്ലെങ്കിൽ എന്റെ നഗ്നത കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യം എന്താ? മൊബൈൽ എടുത്താൽ ഇപ്പൊ എല്ലാ നഗ്നതയും കിട്ടും. പഴയ കാലം, നമ്മുടെ കാലം പോലെ 2 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ചെറിയ മറ്റേ ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ഇച്ചിരി ബിറ്റ് കണ്ടാൽ മതി എന്ന് പറയുന്ന കാലമാണ് അത്. എന്തിവിടെ നമുക്ക് അവൈലബിൾ ആണ് വേൾഡ് വൈഡ്. ആ സമയത്താണ് ഈ ഇത്തരം ഫൂളിഷ്നെസ് പറയണത്. സ്വകാര്യത ആര് ചോർത്തുന്നോ അവരാണ് കുറ്റക്കാർ. അവരാണ് അടുത്ത തലമുറ ഹിറ്റ് ചെയ്യാൻ പോണം, അല്ലെങ്കിൽ ഹണ്ട് ചെയ്യാൻ പോണം. അത്തരം രീതിയിലായിരിക്കും ഇന്ന് ഈ ചിത്രം മേക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ ചിത്രം വമ്പൻ വിജയമായിരിക്കും. പകരം തൽക്കാലത്തെ ലാഭത്തിന് വേണ്ടി എൻ്റെ തല, എൻ്റെ ഐഡിയ, എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ് ചിന്തിച്ചപ്പോൾ മാത്രം ഉണ്ടായ ഒരു പരാജയമാണ് പേട്രിയറ്റ് സിനിമ. പേട്രിയറ്റ് സിനിമയുടെ കഥ നല്ലതാണ്, പക്ഷെ മറ്റെല്ലാ മേഖലയിലും പേട്രിയറ്റ് സിനിമ തികഞ്ഞ പരാജയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പേട്രിയറ്റ് സിനിമ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിലിമേ അല്ല. മേക്കിംഗ് ലെവലിലൊക്കെ ബെറ്റർ ആണെങ്കിൽ അതിന്റെ മറ്റെല്ലാ മേഖലയിലും ചിന്തിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സിനിമ എടുക്കുമ്പോൾ വേറെ ലോകത്ത് പോയി ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വാഴ പോലുള്ള സിനിമ എടുക്കും, എന്ത് ഫീലാണ് നമുക്ക്. സാധാ മനുഷ്യർ സാധാ ചെയ്ത് അവർക്ക് മൊബൈൽ തൂക്കിയപ്പോൾ തന്നെ തൂക്കിയെന്ന് പാട്ടിട്ട് അത്രയേ ഉള്ളൂ. അതിനപ്പുറം അതിൻ്റെ അത് എന്ത് സംഭവിക്കുന്നു, സാറ്റലൈറ്റിലോട്ടോ നമ്മളെ പേഴ്സണൽ ഡാറ്റയെ കുറിച്ചൊന്നും പറയണില്ലല്ലോ. അപ്പൊ നമ്മളൊരു ശരാശരി മനുഷ്യനാണ്. ശരാശരി മനുഷ്യരിൽ മുകളിൽ പോയി അതിൻ്റെ മുകളിൽ പോയി ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുടെ ലോകമാണ്. ബ്രില്യൻ്റ് ആയിട്ടുള്ളവരാണ് ഈ ലോകം എല്ലാം ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന മൊബൈൽ ഉണ്ടാക്കിയത്, ഈ കറണ്ട് ഉണ്ടാക്കിയത്, എൻ്റെ വീട്ടിലിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കിയത്, ഈ സിമെന്റ് ഉണ്ടാക്കിയത്, ഈ കെട്ടിടം ഉണ്ടാക്കിയത്, അത്രയും എൻ്റെ ഈ കണ്ണാടി ഉണ്ടാക്കിയത്. അത്രയും ഈ ലോകത്തിരുന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് ബ്രില്യൻ്റ് കാര്യങ്ങൾ വരുമ്പോൾ അടുത്ത് എത്ര എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് വേണം ചിന്തിക്കാൻ. പകരം നമ്മുടെ ഒരുതരം നിസ്സാരം പോലെ നമ്മുടെ സ്വകാര്യത, നമ്മുടെ എന്താണ് ചക്ക തേങ്ങ, പഴയകാലത്തെ ബലാത്സംഗം, ഇത്തരം രീതിയിൽ പറയുന്ന കഥകൾ ചടച്ചു വിട്ടിട്ട് സൂപ്പർ സ്റ്റാറുകൾക്ക് അവിടെ വെടിവയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അടി ഉണ്ടാക്കി കൊടുക്കുക, ഭയങ്കര ഹീറോയിസം കാണിക്കുക, അവരെന്തെങ്കിലും ഡയലോഗിക്കുക, സിമ്പതന്തി കാണിക്കുക. ഇതൊക്കെയൊന്നും തിയേറ്ററിൽ സ്ക്രീനിൽ നിൽക്കൂല. ഇനി അത്രയ്ക്കും ബുദ്ധിശൂന്യരല്ല പുതിയ ജനറേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പഴയ ജനറേഷൻ 50 കഴിഞ്ഞ്. പക്ഷെ ഞാൻ 50 കഴിഞ്ഞ് ഞാൻ പുതിയ തലമുറയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിൽക്കൂല. 10 വർഷം കഴിഞ്ഞാൽ ഒന്നും നിൽക്കില്ല, 20 വർഷം കഴിഞ്ഞാൽ വേറെ ഒന്നും നിൽക്കില്ല, 50 വർഷം കഴിഞ്ഞാൽ. അപ്പോഴും നിങ്ങൾ ചിലപ്പോൾ താഴേക്കിടയിൽ നിന്ന് സാധാ ലെവലിൽ പടം എടുക്കുമ്പോൾ സാധാ ലെവലിൽ എടുത്തിട്ട് ഇന്റർനാഷണൽ സ്റ്റോറി എടുത്ത് ആ വഴിക്ക് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മാതിക്കും. പിന്നെ ഓരോരുത്തൻ്റെയും ഞാൻ പറയില്ലേ, ഞാൻ നഗ്നനായിട്ട് നടക്കണമെങ്കിൽ അവരത് അങ്ങനെ എങ്ങനെ ചെയ്യും. ഞാൻ നഗ്നനായിട്ടല്ല, ഞാൻ ഡ്രസ്സിട്ട് നടന്നിട്ട് എൻ്റെ നഗ്നത കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ലോകത്തെ മൊത്തം കാണിച്ചുകൊണ്ട് എന്നെ മുതലെടുക്കാൻ നോക്കി അടുത്ത 10 വർഷം കഴിഞ്ഞാൽ നടക്കൂല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളത്ര വളർന്ന് പന്തലിച്ചിരിക്കും. എടുക്കണവനാണ് കോമഡിയൻ. അല്ലെങ്കിൽ തന്നെ ഇതാ സംസാരിച്ചുകൊണ്ടിരിക്കണേ, എന്നെ നിങ്ങൾക്ക് നഗ്നനാക്കി എത്ര നേരം വേണം? ഏയ്, ഇതേ എൻ്റെ ഇതിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ഡ്രസ്സ് മാറ്റി കാണിക്കുക, വേറെ ഒന്നിൽ ക്രിയേറ്റ് ചെയ്യുക. ആ ലോകത്തൊക്കെ ഈ പാട്രിയറ്റ് പോലുള്ള ഊളം കഥകളും ഈ അങ്ങനെ പറഞ്ഞു പോകണം. ഇത്തരം കഥകളിൽ കൂടി ഒരുപാട് എന്തോ ഭയങ്കര രീതിയിൽ അവതരിപ്പിച്ചിട്ട് സൂപ്പർ സ്റ്റാറുകളുടെ എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ കൈ എന്ന് പറഞ്ഞ് കാണിക്കണോ? എൻ്റെ മോഹൻലാലേ, എൻ്റെ മമ്മൂട്ടിയെ, പ്രിയ സഹോദര ഫഹദ് ഫാസിലെ, താങ്കൾ വ്യത്യസ്തമായിട്ട് സിനിമ ചെയ്യണല്ലേ? പ്രിയ എന്നാ താൻ ക്യാസ് കൊടുന്ന് പറഞ്ഞ ചിത്രത്തിലൊക്കെ അഭിനയിച്ച് ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന കുഞ്ചാക്കോ ബോബ, താങ്കളെ ഒരു കുടുംബ പാരമ്പര്യ സിനിമയിലുള്ള ആളല്ലേ? എന്തിന് നിങ്ങൾക്ക് കാശ് ആവശ്യത്തിന് കിട്ടിയില്ലേ? പിന്നെ എന്തിനാണ് എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ കാല്? കാലമൊക്കെ മാറി. ഇത്രയ്ക്ക് ബാക്ക്വേർഡാണോ മോഹൻലാൽ? ഇത്രയ്ക്ക് ബാക്ക്വേർഡാണോ മമ്മൂട്ടി? ശരി, പോട്ടെ, അവർ പഴയ ആൾക്കാർ, ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, എൻ്റെ ഒരു ടൈപ്പ് ആൾക്കാർ. പ്രിയ സുഹൃത്ത് ഫഹദ് ഫാസിൽ, താങ്കളൊക്കെ ആധുനിക യുഗത്തിലെ പിള്ളേരല്ലേ? കുഞ്ചാക്കോ താങ്കൾ എൻ്റെ കാറ്റഗറിയാണ്, എന്നെക്കാളും ഇളയതല്ലേ? നിങ്ങളല്ലേ മാറി ചിന്തിക്കേണ്ടത്. ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കൂ, വാല്യുബിളായിട്ട് ചിന്തിക്കൂ, അല്ലെങ്കിൽ സാധാ സിനിമയായിട്ട് കാണിക്കൂ. പകരം അല്ലാത്തൊരു പരിപാടിയും കൊണ്ട് വരരുത്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പറയും. എൻ്റെ ചാനൽ 5 പേര് പോലും കാണുന്നില്ല, അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണമില്ല. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇത് അഭിപ്രായം പറയുമ്പോൾ തന്നെ എല്ലാ അഭിപ്രായം പറയാണ്. നമ്മളെ പോക്ക്, ഇപ്പോഴത്തെ രാഷ്ട്രീയം, ഇപ്പോഴെന്താണ് നടക്കുന്നത് അതല്ലേ പടത്തിൽ കൂടെ കാണിക്കുന്നത് അല്ലേ? നമ്മളെല്ലാ ഡാറ്റ എടുത്ത് അവ അനലൈസ് ചെയ്തിട്ട് പുതിയ സാധനം പുറത്തുവിടും. നമുക്ക് വർഗീയത ഇഷ്ടമെങ്കിൽ വർഗീയത തള്ളിവിടും, ജാതി ഇഷ്ടമെങ്കിൽ ജാതി തള്ളിവിടും. നമ്മളെ ഇഷ്ടം. ഇതൊന്നും വലിയ ട്വീറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തള്ളിവിടും. നമ്മുടെ ഇതൊക്കെ ഡാറ്റ അനലൈസ് ചെയ്തിട്ടല്ലേ ഇപ്പൊ എല്ലാ കാര്യവും ചെയ്യണത്. അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ, സ്പോർട്സിനെ കുറിച്ച് പറയണേ, ഇതെല്ലാം അവർ അനലൈസ് ചെയ്തിട്ട് അവരുടെ പെർഫോമൻസ് ബേസ്ഡ് ആണ് അവരെ ഓരോ ടീം പോലും റേറ്റ് ഇട്ടിട്ട് വിളിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ സൂര്യവംശി എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരന് 14 വയസ്സായപ്പോൾ തന്നെ 1.25 കോടി രൂപ വിലയിട്ടിട്ട് രാജസ്ഥാൻ റോയൽസ് വിളിച്ചു. വെറുതെ അല്ല, അവൻ അതിനു മുമ്പേ തന്നെ എത്രയോ കാര്യത്തിന് അനലൈസിസ് ചെയ്ത് കഴിഞ്ഞു. എന്നെ അനലൈസിസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നാളെ എന്നെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത്. അത് ഇപ്പോഴത്തെ കാര്യങ്ങൾ, അതൊന്നും തെറ്റൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനല്ലേ ഡാറ്റകളെല്ലാം നിങ്ങൾ ചെയ്തോ. പക്ഷെ ചെയ്ത് വന്നതിന് ശേഷം എന്നെക്കുറിച്ച്, ഇന്നത്തെ കാലത്തെക്കുറിച്ച് ഒരു വലിയ ഹൈ ടെക്നോളജിയിൽ ഒരു കഥ പറയുമ്പോൾ അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ശരാശരി ബോധമൊക്കെ വേണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അത്രയ്ക്ക് കാരണം നമ്മളെ തലമുറ അടുത്ത ടെക്നോളജിയിലല്ലേ പോണത്. ഞാൻ എന്തും ഇല്ലാത്ത ലോകത്തുനിന്ന് വന്ന ഞാനിപ്പോൾ ഏറ്റവും ടെക്നോളജിയുടെ മുമ്പ് ഇരുന്ന് ഇപ്പോൾ സംസാരിക്കില്ലേ? അപ്പൊ നമുക്ക് അതിനുള്ള ബോധം വേണം. അങ്ങനെ ബോധത്തോടെ വേണം കാര്യങ്ങൾ ചെയ്ത് പുറത്ത് സിനിമയായിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റേ ഡാറ്റയായിട്ടൊക്കെ വെളിയിൽ വിടാൻ. ഇല്ലെങ്കിൽ പിള്ളേർ നാളെ ഇരുന്നിട്ട് തല തല്ലിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രിയ ഭാഗത്തെ താങ്കൾ നിങ്ങൾ സിനിമയിൽ അഭിനയിച്ച കുറ്റമല്ല ഞാൻ പറയണത്. കഥകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കമൽഹാസനെ കണ്ടുപിടിക്കും. ഇന്ത്യൻ ഇൻഡസ്ട്രിയിലല്ല, ലോക ഇൻഡസ്ട്രിയിൽ നിങ്ങൾ കമൽഹാസനെ കണ്ടുപിടിക്കും. കമൽഹാസൻ താഴെ സാധാ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ വരും. ടോപ്പിലോട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും ടെക്നോളജിയുടെ മുകളിൽ പോകും. ഒരു തിയേറ്റർ ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ആ തിയേറ്റർ എന്തായിരിക്കണമെന്ന് മനസ്സിൽ കണ്ട് ചെയ്യും. 50 വർഷം കഴിഞ്ഞാൽ ആ തിയേറ്ററിൽ എന്ത് ഡിജിറ്റൽ വരുമെന്ന്, ഏത് ലെവലിൽ തിയേറ്റർ മാറുമെന്ന് അറിഞ്ഞ അയാൾ മുൻകൂട്ടി ചെയ്യും. അന്ന് അതിനെ തിയേറ്ററുകാർ തീർക്കും, പ്രൊഡ്യൂസേഴ്സ് അറിയും, സിനിമാ വ്യവസായം തീർക്കും. എന്നിട്ട് അന്ന് അയാളെ ഒറ്റപ്പെടുത്തും, വിലക്കേർപ്പെടുത്തും. കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു 5-10 വർഷം കഴിയുമ്പോൾ എല്ലാം മാറി വന്നത് മനസ്സിലാക്കുമ്പോൾ അംഗീകരിക്കുകയും ചെയ്യും. എന്നിട്ട് കമൽഹാസനെ ഹീറോ ആയിട്ട് പറയും. അന്ന് എതിർത്തവരൊക്കെ ഇവിടെ പോയി മിണ്ടൂല. പക്ഷെ ഇനി നടക്കൂല, ഡാറ്റ അനലൈസിസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്തരം രീതിയിൽ വേണം ചിത്രങ്ങൾ മേക്ക് ചെയ്യാൻ. സിനിമ ഒരു വ്യവസായം മാത്രമല്ല, ടെക്നോളജിക്കലി ഏറ്റവും ടോപ്പിലോട്ട് മേക്ക് ചെയ്യുമ്പോൾ വളരെ മുന്നിലോട്ട് പോയി മേക്ക് ചെയ്യുമ്പോൾ പിന്നിലോട്ട് ഇറങ്ങി മേക്ക് ചെയ്യണം. പിന്നിലോട്ട് നമ്മുടെ നഗ്നമായ സത്യം, ഇതൊന്നും ഇല്ലാത്ത ലോകത്തിൽ ഒരു ജീവിതമുണ്ട്, പട്ടിണിയാണ്, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു സ്വകാര്യത ലംഘിക്കപ്പെടുന്നില്ല. അവിടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നത് വോട്ടായിട്ട് നോക്കണവനും വഴിവെക്കൽ നോക്കണം 1-2 പേര് അല്ലെങ്കിൽ 10 പേര്. എന്നാൽ 10 പേരുടെ സ്ഥാനത്ത്
ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂട്യൂബുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ കുറഞ്ഞത് 500 കോടി ജനം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. 5 പേര് കാണുന്ന സ്ഥാനത്ത് പിന്നെ അത് റെക്കോർഡിങ്ങും അല്ല, ഞാൻ കണ്ടു, എൻ്റെ ബ്രെയിൻ എടുത്തു, ഇവിടെ സൂക്ഷിച്ചു വച്ചു. അല്ലാതെ കാണുമ്പോൾ തിരിച്ചോ, ഞാൻ അവിടെ ക്യാമറ ഉപയോഗിച്ചിട്ട് അത് സാറ്റലൈറ്റിലോട്ട് പോകുമ്പോഴോ എൻ്റെ ക്യാമറയിൽ തന്നെ ഇങ്ങനെ നിങ്ങൾ അടിച്ചു മാറ്റുന്ന സാധനങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴോ ഒരേ സമയത്ത് എന്നെ ഹാക്ക് ചെയ്ത് ഈ ലോകത്ത് 500 കോടി ജനങ്ങളുടെ മുമ്പ്, പ്രേക്ഷകരുടെ മുമ്പ് ഞാൻ അറിയാതെ ലൈവിലെത്തിരിക്കുകയാണ്. എൻ്റെ പാറ്റന്റ് എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. കാരണം മൈക്കിൾ ജാക്സന്റെ പാട്ടുകൾക്ക് പോലും ഇപ്പോഴും ശരാശരി 2,500 കോടി ഡോളറിന് മുതൽ വാർഷിക വരുമാനമുള്ള സ്ഥലത്താണ്. അവ അന്നേ അയാളൊക്കെ മുൻകൂട്ടി കണ്ട് മൈക്കിൾ ജാക്സനെ പോലുള്ളവർ. അതുകൊണ്ട് അവർ പാറ്റന്റും അതിന്റെ പാർപ്പകാശവും ഒക്കെ എടുത്തു വെച്ചിട്ട് തൊട്ടാ പൈസ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാലത്തിലാണ് ഒരു പൈസയും തരാതെ ഒന്നും ചെയ്യാതെ എൻ്റെ ഡാറ്റയൊക്കെ അടിച്ചു മാറ്റി നിങ്ങൾ ലോകം മൊത്തം കാണിച്ചിട്ട് നിങ്ങൾ ഫണ്ടാക്കി മാറ്റുന്നത്. തെറ്റില്ല, ചെയ്തോളുന്നേ. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, അടുത്ത 10 വർഷം നിങ്ങളിപ്പോൾ അടിച്ചു മാറ്റുന്ന എല്ലാം അടുത്ത ജനറേഷൻ്റെ മുമ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അവർ നിങ്ങൾ ഊരിയെടുത്ത ഓരോ ഡാറ്റയ്ക്ക് നിങ്ങൾ പണം അടയ്ക്കേണ്ടി വരും. എൻ്റെ എല്ലാ സ്വകാര്യത ലംഘിച്ചെടുത്ത എല്ലാ ചിത്രങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ എണ്ണി പണം അടയ്ക്കേണ്ടി വരും. നഷ്ടപരിഹാരം മാത്രം കൊണ്ട് തീരൂല. 25 വർഷം കഴിയുമ്പോൾ ലോകം മൊത്തം എഫൻസ് ലെവൽ മാറും. ആ എഫൻസ് ലെവലിനെ അടിസ്ഥാനമാക്കി ഇന്ന് നമ്മളെ ഡാറ്റ ചോർത്തപ്പെട്ടിട്ട് ജീവിച്ചിരിക്കുന്നത്, അതായത് അപ്പോഴും എൻ്റെ ഡാറ്റ ഇപ്പോൾ ചോർത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾക്കൊക്കെ 50-60 വയസ്സാവും. നിങ്ങളെ കുടുംബവും നാറി പണ്ടാരമടങ്ങും, ജയിലിലടയ്ക്കപ്പെടും. പുറത്തു വരാത്ത വിധം ജയിലടയ്ക്കപ്പെടും. സ്വകാര്യ ലംഘനം, ആ കേസ് ഇന്നുമുണ്ട്, ഇപ്പോഴും റൂളുണ്ട്. റൂള് ഹെവിയാണ്. ഇത് ഡബിൾ ആകും. എല്ലാവരുടെ ആപ്പീസ് കൂട്ടും. ഇന്ന് ഈ മിനിസ്ട്രിയിൽ ഇരുന്ന് നമ്മളെ ചോർത്തിയ എല്ലാവരും നാറും, പുളി കുടിക്കും. മന്ത്രിമാര്, മിനിസ്റ്റേഴ്സ്, രാജ്യാന്തര തലങ്ങളിൽ ഇത് ക്രോഡീകരിച്ചോമാര്. ഡാറ്റയൊക്കെ എക്കാലോ അടിച്ചത് മാറ്റി സൂക്ഷിച്ച് ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റൂലെന്നേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറിപ്പോവും. വേറെ ലെവലിലാവും. എവിടെ വെച്ചാൽ അടിച്ചുകൊണ്ടു നാറി പണ്ടാരോടങ്ങുമെന്ന് ഞാൻ ഓർമ്മിച്ചുകൊണ്ട്. പാട്രിയറ്റ് സിനിമ അതാണ് നൽകുന്ന സന്ദേശം. നിങ്ങൾ പാട്രിയറ്റ് സിനിമ തിയേറ്ററിൽ പോയി കാണും. ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ, ഒരു കഥയെ ബേസ് ചെയ്ത് മാത്രമേ സിനിമ തിയേറ്ററിൽ കാണാൻ പോകും. മോഹൻലാലിനെ കണ്ടുപോകരുത്, മമ്മൂട്ടിയെ കണ്ടുപോകരുത്, ഫഹദ് ഫാസിലിനെ കണ്ടുപോകരുത്. അങ്ങനെ ഈ പറയുന്ന ഒരു നടന്മാരെയും മനസ്സിട്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ പടം പോകരുത്, സിനിമ കാണാൻ പോകരുത്. അടാർ പരാജയമായിരിക്കും. പകരം ചിന്തിക്കുന്നവൻ്റെ, കാഴ്ചകൾ കാണുന്നവൻ്റെ, പിന്നെ അടുത്ത 50, അടുത്ത 100, അടുത്ത 1000 വർഷം കഴിഞ്ഞാൽ ഈ ലോകം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയാനൊരു ഓപ്ഷനാണ് പാട്രിയറ്റ്. എന്നിട്ട് പോയി തിയേറ്ററിൽ കാണും. ഞാൻ നിങ്ങളുടെ താളും തിയേറ്ററിൽ പോയി പുഷ് ചെയ്ത് പറയില്ല. കാരണം ഇത്തിരി തലയ്ക്കകത്ത് ബോധമുള്ളവനെ ഈ പടം കണ്ടാൽ മനസ്സിലാവുള്ളൂ. തുടക്കം കഥ മനസ്സിലാവുള്ളൂ. കഥ മനസ്സിലായതിനു ശേഷം ചിന്തിക്കാൻ കഴിയണവനെ അങ്ങോട്ട് ചിന്തിച്ചിരുന്ന് തിയേറ്ററിൽ ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പടം അല്ലാത്ത രീതിയിൽ ബോറാണ്, മോശമാണ്. കാരണം എഴച്ചിലിൻ്റെ എഴച്ചിലാണ്. പിന്നെ ഈ കഥ നമ്മൾ മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്ത് അങ്ങ് ഇരുന്നോളൂ. ബാക്കിയെല്ലാം ഒരു തരം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തല, എൻ്റെ കാല്, എൻ്റെ കൈ, എൻ്റെ ഫ്രെയിം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലം മറന്നു കേട്ടോ. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ഫ്രെയിം കണ്ടുകൊണ്ടിരിക്കുന്ന കാലമൊക്കെ 10 വർഷം മുമ്പ്. ഇപ്പോൾ ഒരുത്തരെ കഥയ്ക്ക് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ടായി പറഞ്ഞെങ്കിൽ സിനിമ ഓക്കെയാണ്, സിനിമ എന്നുള്ള നിലയ്ക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ ബോറ് തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ അടാർ ബോറാണ്. അടാർ ബോറെന്ന് പറഞ്ഞാൽ അല്ല, അടാർ ബോറാണ്. അല്ലാത്ത രീതിയിൽ ഓക്കെ. പ്രേക്ഷകർ ആലോചിച്ച് തിയേറ്ററിൽ പോകും. സൈനിങ് ഓഫ്, ദ ബക്സോളോ.